ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റികൾ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടി തുടരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. ട്രംപ് തരുന്ന പണി തുടർക്കഥ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്ഷൻ. സോ നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ പറ്റും, ഈ വരാൻ പോകുന്ന ഒക്ടോബറിൽ ഫസ്റ്റ് വീക്കിൽ റിസർവ് ബാങ്കിന്റെ RBIയുടെ പലിശ നിരക്കിന്റെ പ്രഖ്യാപനമുണ്ട്. സോ ഈ പലിശ നിരക്കിന്റെ പ്രഖ്യാപനത്തിലെ ചെറിയൊരു സൂചനകളൊക്കെ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. റിസർവ് ബാങ്ക് 0.25% ഒക്കെ BPS നമ്മുടെ പലിശ നിരക്ക് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞൊരു ഒരു റൂമറൊക്കെ മാർക്കറ്റിലൊക്കെ പരക്കുന്നുണ്ട്. അതെങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ RBIയുടെ ഭാഗത്തൊരു 0.25 കട്ട് വേണമെങ്കിൽ ഒരു ദീപാവലി ബോണസ് പോലെ മാർക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലാതെയും വരാം. എന്നെ സംബന്ധിച്ച് ഒരു 50% ചാൻസ് കട്ട് ചെയ്യാനും 50% ചാൻസ് സ്റ്റേറ്റസ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ചാൻസുമേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പല ഹാൻഡിൽസുകളും പല ട്വിറ്റേഴ്സും പല മീഡിയ ഹൗസസും എല്ലാം ഇങ്ങനെ 0.25 കട്ട് ചെയ്യൂന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. ലെറ്റ് ഇറ്റ് കം, നമുക്ക് അപ്പം നോക്കാം. ഈ ട്രംപിന് ആരെങ്കിലും ഒന്ന് വിഷം കൊടുത്ത് കൊന്നാൽ കുറച്ച് കൊള്ളാമെന്നൊക്കെയാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, പക്ഷെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപ് ഉള്ളത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ അപ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെന്റ് മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു മീമി വന്നാണ്, ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിസിറ്റ് ചെയ്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ 24,800 ഭാഗത്തേക്കാണെന്നാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്ത ടോപ്പ് 5 പ്ലേസിലുള്ള സ്ഥലമാണെന്നുള്ളതാണ്. അതായത് 24,800 തന്നെ മാർക്കറ്റ് ഈ വർഷം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല, താഴെ പോകുന്നില്ല, മുകളിൽ പോകുന്നില്ല, പ്രത്യേകിച്ച് പറഞ്ഞാൽ മെയ്ക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് ഈ 24,800 എന്ന് പറഞ്ഞ ചുരുളിയുടെ ഒരു മധ്യഭാഗമുണ്ട്. ഇവിടെ കിടന്ന് എവിടെ പോയാലും ഈ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറയുമ്പോൾ നിനക്ക് പോകുവാൻ അവകാശമില്ല എന്ന് പറയുന്ന പോലെ അവൻ എവിടെ പോയാലും മാർക്കറ്റ് തിരിച്ചാൽ 24,800 ഭാഗത്തേക്ക് മമ്മൂട്ടിയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുന്ന ഒരു ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടിയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുന്ന പോലെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് ഒരു പോവാൻ നോക്കുന്നു പറയും, ഈ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കുന്നു, നടക്കുന്നില്ല. ബൗണ്ടറീസിന്റെ അകത്ത് തിരിച്ച് വീണ്ടും വരുന്ന അങ്ങനെ ഒരു എൻഡിങ് പോലെ പോകുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ ഇതൊരു വീക്കിലി മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഒരു വീക്കിലി ചാർട്ടാണ്. പക്ക ട്രെൻഡിങ് വീക്കായിരുന്നു. അടിച്ച് പണ്ടാലടങ്ങി താഴേക്ക് 13,227 12,576 എന്ന് പറഞ്ഞാൽ ഈ ഒരു സീമ വരെ ബാങ്ക് വന്നത് ആലോചിച്ചു. ഏറ്റവും ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് വീക്കിലാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ 12,540 താഴെ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫർദർ സെല്ലിംഗിൽ ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ അപ് ടു 12,000 അറ്റ്ലീസ്റ്റ് ഈ ഒരു സിംഗിൾ പ്രിന്റ് എങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടി മിഡ് ക്യാപ്പ് വേണമെങ്കിൽ ഒരു ശ്രമം നടത്താം. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കാൻ പറ്റുന്നതല്ല. 12,540 താഴെ പോവുകയാണെങ്കിൽ മാത്രമേ ഇനി ഒരു ഫർദർ സെല്ലിംഗ് എടുത്താൽ മതി. ഇല്ല എങ്കിൽ തിരിച്ച് വേണമെങ്കിൽ ഈ ഒരു POC വരെ വേണമെങ്കിൽ ഒരു മീൻ റിവേർഷൻ തന്ന് ഈ സിംഗിൾ പ്രിന്റ്സ് ആയ അനോമലീസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും വളരെ താഴെയാണ് അവന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവന്റെയൊക്കെ POS നിൽക്കുന്ന കഴിഞ്ഞ വീക്കിന്റെ ഏറ്റവും ഹെവി സെല്ലിംഗ് 55,136 മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 12,950 ഭാഗത്താണ് മിഡ് ക്യാപ്പിൽ സെല്ലിംഗ്. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്ക് 55,136 ഭാഗത്താണ്. ഒരു ട്രെൻഡ് ഡൗൺ വീക്കാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. പക്ക ഒരു ട്രെൻഡ് ഡൗൺ വീക്കാണ്. സോ ഈ 54,280 എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രോങ് സപ്പോർട്ടീവായ ഏരിയ ആണ്. അത് പൊട്ടിയാൽ മാത്രമേ ഒരു ഫർദർ സെല്ലിംഗ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ തിരിച്ച് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ സിംഗിൾ പ്രിന്റ് അപ് ടു 55,000 വരെ വേണമെങ്കിൽ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ലിങ്ങിന്റെ ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. നിഫ്റ്റി ട്രെൻഡിങ് ഡൗൺവേർഡ് വീക്ക് വിത്ത് ക്ലോസ് നോർമൽ ലെവലാണ്. വീക്കിലി ഒരു സ്പൈക്കോട് കൂടിയാണ് എല്ലാ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് നിഫ്റ്റി ആയാലും വീക്കിലി സ്പൈക്കോട് കൂടിയാണ് ആശ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഇത് നിഫ്റ്റിയെ സംബന്ധിച്ച് 24,600 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. 24,600 പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു ഫർദർ സെല്ലിംഗ് മാക്സിമം പോയാൽ 24,400 വരെ പ്രതീക്ഷിക്കാം. ഈ 24,400 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ചാൻസ് ഞാൻ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. ഇല്ല എങ്കിൽ 24,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സിംഗിൾ പ്രിന്റ് വരെയൊക്കെ ഫില്ല് ചെയ്യാനുള്ള വീക്കിലി സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ 24,600 നിഫ്റ്റിക്ക് 54,200 ബാങ്ക് നിഫ്റ്റിക്കും 12,540 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ലക്ഷ്മണ രേഖയാണ്. ഇത് പൊട്ടുകയാണെങ്കിൽ ഫർദർ സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വരാം. ട്രംപിന്റെ കഥകൾ പണികൾ തുടർക്കഥയായിട്ട് വീണ്ടും വരാനുള്ള ചാൻസ് ഞാൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. സോ
ട്രംപേ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ രീതിയിലാണ് എനിക്കിപ്പോൾ സത്യത്തിൽ പറഞ്ഞ് തോന്നുന്നത്. നല്ല കിടിലൻ ട്രെൻഡ്സ് സെറ്റപ്സുകളൊക്കെ കൃത്യമായിട്ട് ആക്ടിവേറ്റ് ആയി പോകുന്ന ഒരു മാർക്കറ്റും കൂടെയാണ് കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിശദമായ ഒരു വീക്കിലി അവലോകനം ഞാൻ വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മന്ത്ലി ഒരു ഡേ വൈസിന്റെ വ്യൂ എടുത്തതിന് ശേഷം നമുക്ക് പോവാം. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും മിഡ് ക്യാപ്പ് നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റ് ഒക്കെ സ്മൂത്ത് ആയിട്ട് തന്നു. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റിയും ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് താഴെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി നോക്കിയാലും സെയിം ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിഫ്റ്റി തന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ലെവൽസും ഒരു ട്രെൻഡിങ് ഡൗൺ ആയിട്ട് ക്ലോസ് ആയ ഒരു ദിവസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം മാർക്കറ്റിൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഡേ പ്രൊഫൈല് വന്ന ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച കടന്നു പോയത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് വീക്കാണ്, ട്രെൻഡിങ് ഡൗൺവേർഡ് ഡേയും കൂടെയാണ് ഫ്രൈഡേ. സോ നമ്മുടെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC വന്നിരിക്കുന്നത്, നമുക്ക് POC ഒന്ന് നോക്കാം. 12,000 മിഡ് ക്യാപ്പിന്റെ POC എന്ന് പറയുമ്പോൾ 12,577 ഭാഗത്തേക്ക് POC താഴേക്ക് വന്നു. അതായത് കുറച്ച് സമയം ഓളി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് 12,577 ഭാഗത്തേക്ക് POC വന്നു. അതൊരു പോസിറ്റീവായ സൈൻ ആണ് എന്നെ സംബന്ധിച്ച്. അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അതായത് വിറ്റവുമാരൊക്കെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടെന്ന് സാരം. സോ ഇനി ഫ്രഷ് സെല്ലിംഗ് എന്ന് പറയുമ്പം ഞാൻ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ 12,540 താഴെ അല്ലെങ്കിൽ 12,500 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. എത്രയാണ്? ഞാൻ 12,500 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് 540 അല്ലെങ്കിൽ 500 താഴെ മതി. അപ്പൊ നമുക്ക് നോക്കാം പഴയ ഏതെങ്കിലും റെഫറൻസ് അവിടെ ഉണ്ടാവുന്നു. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഫ്രഷ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 12,520. ഓക്കെ, 520 താഴെ 12,500 പഴയ ഒരു വാല്യൂ ഏരിയ ലോ ആണ്. 12,520 താഴെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു സെല്ലിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പൊ ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,460 ഭാഗത്തേക്ക് പോകും. അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, 12,460 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,410 ഭാഗത്ത് എത്രയാണ്? S2 എന്ന് പറയുമ്പോൾ 12,410. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് 13,300 വരെ പോയതാണ്. സോ 12 ഇവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറി എവിടെ വരെ പോയി? 13,250 വരെ പോയി. സോ 12,400 ഒരു സപ്പോർട്ട്, 400 സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. 12,400 ആഡ് ചെയ്യുക, 400 റൗണ്ട് നമ്പർ ഫിഗർ 12,400 ഭാഗത്ത് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ആക്റ്റീവ് ആവും. അത് പൊട്ടുകയാണെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പറഞ്ഞ മാർക്കറ്റ് 12,331 അടുത്ത S3 ഉള്ളു. എത്രയാണ്? 12,331 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിന്റെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 12,520 പൊട്ടുകയാണെങ്കിൽ ഈ അടി സാഗ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഞാൻ ഇനി കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിലെ ഒരു ബൈയിങ് മൂവ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ബൈയിങ് മൂവ്മെന്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 12,723 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ്? 12,725 ഒരു റൗണ്ട് നമ്പർ വെച്ച് 12,725 മുകളിൽ മിഡ് ക്യാപ്പിൽ ബൈയിങ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,790 ഭാഗത്തേക്ക് ഇന്നലത്തെ ഓപ്പണിങ്ങിന്റെ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു മൂവ്മെന്റ് തരാം. 12,790 ഭാഗത്തേക്ക് ഒരു മൂവ്മെന്റ് തരാം. അതിന് മുകളിൽ അവ എന്ത് ചെയ്യാം? 12,845 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സിംഗിൾ പ്രിന്റ് എത്രയാണ്? 12,845 ഭാഗത്തേക്ക് ഒരു സെക്കൻഡ് ടാർഗറ്റ് തരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് 884 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ എത്രയാണ്? R3 എന്ന് പറയുമ്പോൾ 12,884 ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 725 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. ആ ബൈ 790, 845, 884 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കുറെ ദിവസത്തിന് ശേഷം നല്ലൊരു അലപ്പറ മാർക്കറ്റിന് ശേഷം മൂവ്മെന്റ് കിട്ടിയ മാർക്കറ്റാണ് നമ്മൾ തിരുവനന്തപുരം ഭാഷയെ പറയുകയാണെങ്കിൽ. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് വീക്ക് ഇതാണ്. POC ഒരു താഴേക്ക് വന്ന് ഓൾമോസ്റ്റ് താഴേക്ക് വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ച് നടന്നിട്ടില്ല. വാല്യൂയുടെ ഭാഗത്താണ് ക്ലോസ് ചെയ്തത്. സോ ഒരു നോർമൽ ട്രെൻഡ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ. എത്രയാണ്? ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ്. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്.
POC നിൽക്കുന്ന 54,593 ഭാഗത്താണ് POC. 54,593 ഭാഗത്താണ് നമ്മുടെ POC. POCക്ക് ഓൾമോസ്റ്റ് നമ്മൾ 406 ഭാഗത്ത് ക്ലോസ് ചെയ്ത് POC അടുപ്പിച്ച് തന്നെ പ്രത്യേകം ക്ലോസ് ചെയ്തു. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 54,280 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുള്ളൂ. 54,280 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അത് പൊട്ടയാണെങ്കിൽ ഈ ഒരു POC എത്രയാണ്? ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാം. 54,119 ആ POCയുടെ ഭാഗമല്ല, അവിടെ ഒരു വാല്യൂയുടെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യാം. സോ 54,120 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 54,000 ഭാഗം എത്രയാണ്? S2 എന്ന് പറയുമ്പോൾ 54,000 ഭാഗത്തേക്ക് വരാം. പഴയൊരു സപ്പോർട്ട് 54,000 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,833 ഭാഗത്തേക്ക് വരാം. അതായത് 53,833 ഭാഗത്തേക്കും വരാം. ഇത് ചുരുക്കി പറഞ്ഞാൽ 54,280 പൊട്ടയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ POC പില്ലിയും ഈ POC പില്ലിയും അതിന് താഴെ ഈ വാല്യൂ ഏരിയ ലോയും കൂടെ 54,833 കൂടെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈയിങ് എന്ന് പറയുമ്പോൾ ബൈയിങ് ഞാൻ ഇനി എടുക്കുന്നത് 54,750 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയിങ് എടുക്കുള്ളൂ. 54,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 54,895 ഭാഗത്തേക്ക് പോകും. അത്രയാണ് 54,895 54,895 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 55,000 ഭാഗത്തേക്ക്, അത് ബിഗ് റൗണ്ട് നമ്പർ 55,000 ഭാഗത്തേക്ക് പോവാനും. തേർഡ് ടാർഗറ്റ് കഴിഞ്ഞ വീക്കിന്റെ POC ആയ 55,176 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റെഫറൻസ് ലെവലുകളായിരിക്കും എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ മൺഡേയിൽ ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു ലെവൽസ് കൃത്യമായി പറയുകയാണെങ്കിൽ. ഇതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് വരില്ല. സോ 280 പൊട്ടുകയാണെങ്കിൽ അപ് ടു 53,833 വരെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. 750 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,176 വരെ വീക്കിലിയുടെ ഒരു മീൻ റിവേഴ്സിന്റെ ഒരു ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ടിൽ കൂടുതലാണ്. ഇനി നമുക്ക് നിഫ്റ്റി ട്രെൻഡ് ഡൗൺവേർഡ് തന്നൊരു നിഫ്റ്റി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു പക്ക ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ഹെവി സെല്ലിംഗ്, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല, ഗ്യാപ്പ് നടന്നില്ല, ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല മിഡ് ക്യാപിനെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ 24,744 ഭാഗത്താണ് POC എത്രയാണ്? 24,674 ഭാഗത്ത് 24,675 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ബെയറിഷ് എന്ന് പറഞ്ഞാൽ 24,600 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുള്ളൂ. അത് ഓർത്തുകൊള്ളുക. 70 പോയിന്റ് ഗ്യാപ്പിലാണ് ഇനി ബെയറിഷ് റെഫറൻസ് ഉള്ള. 24,600 ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു, ട്രെൻഡ് ഡൗൺ ആയിരുന്നു. 24,600 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിഫ്റ്റിയിൽ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 24,546 ഭാഗത്തേക്ക് വരാം. 24,546 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ അടുത്തത് 24,480 24,480 ഭാഗത്തേക്ക്, ഇതൊക്കെ പഴയ ലെവലാണ്. 24,480 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് കാണാതെ എനിക്ക് അറിയാവുന്ന ലെവലാണ് 24,400 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 24,400 താഴെ മാത്രമേ ഞാൻ ഒരു ഹെവി സെക്കൻഡ് റൗണ്ട് ഓഫ് സെല്ലിങ്ങിന്റെ ചാൻസ് വളരെയധികം കാണുന്നുള്ളൂ. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ചാണ്. ഇനി അപ്പർ സൈഡ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ ഞാൻ ഇനി ബൈ എടുക്കുന്നുണ്ടെങ്കിൽ 830 മുകളിൽ 24,830 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 30ക്ക് മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവ എന്ത് ചെയ്യാം? ഈ ഒരു ഗ്യാപ്പ് ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ ഭാഗത്തേക്ക് വരാം. 24,900 ഭാഗത്തേക്ക് ഫസ്റ്റ് ഒരു മൊമെന്റം തരാം. ഫസ്റ്റ്, സെക്കൻഡ്, അതിനുശേഷം 24,956 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് 24,900 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 24R2 എന്ന് പറയുന്നത് 24,956 24,956 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ അടുത്തെന്ന് പറഞ്ഞാൽ 25,000 എന്നെ സംബന്ധിച്ച് 25,000 25,000 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 830ക്ക് മുകളിൽ തിരിച്ച് വേണമെങ്കിൽ ഒരു മീൻ റിവേർഷൻ അപ് ടു 25,000 വരെ തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച്
വളരെയധികം കൂടുതലായിരിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എല്ലാം മൂന്നും ട്രെൻഡ് ഡൗൺ വീക്കാണ്. 55,176 നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC. അതേപോലെ നമ്മുടെ എന്താണ് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ POC 25,055 മിഡ് ക്യാപ്പിന്റെ POC 12,941. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ലോവർ ലെവലൊക്കെ മാർക്കറ്റ് പൊട്ടാതെ ഇവിടെയൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു വീക്ക് ടു വീക്കിൽ ഒരു മീൻ റിവേർഷൻ ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലായിരിക്കും. സോ എന്റെ വിദ്യാരംഭം ബാച്ച് ഈ ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയൊരു ബാച്ചാണ്. അപ്പം അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ എന്റെ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. 6 മാസ ഫീസ് 24,000 രൂപയാണ് ഫീസ് വരുന്നത്. കൃത്യമായി ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങളുടെ കൈ കാണണം. ക്ലാസ്സുകൾ രാത്രിയായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കുറിച്ച് അറിയാൻ വേണ്ടി തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഈ വീക്കിന്റെ ലോ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുക. ലക്ഷ്മണ രേഖയാണ്. ഇത് പൊട്ടയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിങ്ങിന്റെ ചാൻസ് മാർക്കറ്റിൽ ഉണ്ട്. കാരണം ട്രംപ് എന്ന ഭൂതം നമ്മൾ ഇപ്പോഴും വിട്ടിട്ടില്ല. നമ്മൾ ഇപ്പോഴും ട്രംപിന്റെ ആ ഭ്രമയുഗത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു.